ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വേണമെന്ന ശുപാർശയുമായി പ്രത്യേക അന്വേഷണ സംഘം ഇക്കാര്യം ആവശ്യപ്പെട്ട SIT സർക്കാരിനെ സമീപിച്ചു. ശുപാർശ സർക്കാർ പരിശോധിക്കും. ഷബീദ് റാവുത്തർ ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ്, വിശദാംശങ്ങൾ ഏതൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വേണമെന്ന് SIT ആവശ്യപ്പെടുന്നത്? നമുക്കറിയാം, 2 കോടതികളിലായിട്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ നടക്കുന്നത്. മാത്രമല്ല, നിലവിൽ ഇപ്പോൾ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കവർന്നതിലും കട്ടിളപ്പാളിലെ സ്വർണ്ണപ്പാളികൾ കവർന്നതിലും 2 കേസുകളുണ്ട്. 2017 കൊടിമര പുനഃപ്രതിഷ്ഠ അടക്കമുള്ള കേസുകൾ, അക്കാര്യത്തിൽ കൂടി കേസെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ SIT ഇപ്പോൾ ആലോചിക്കുകയും SITയുടെ പരിഗണനയിൽ ഉള്ളൊരു കാര്യം കൂടിയാണ്. ഈ സാഹചര്യത്തിലാണ് ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന ആവശ്യം ഇപ്പോൾ SIT തന്നെ ശുപാർശ ചെയ്തിട്ടുള്ളത്. ഈ ശുപാർശ സംസ്ഥാന സർക്കാരിന് മുന്നിൽ, ആഭ്യന്തര വകുപ്പിന് മുൻപിലേക്ക് SIT ഇപ്പോൾ വെച്ചിട്ടുണ്ട്. ശുപാർശ പരിഗണിക്കുകയാണ് എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന വിവരം. മാത്രമല്ല, എത്രയും പെട്ടെന്ന് തന്നെ ഒരുപക്ഷെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന തീരുമാനത്തിലേക്ക് എത്തും. ഇനിയും ഈ കേസ് നടപടികൾ നിരവധി ഉണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ കുറ്റപത്രം അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിലേക്ക് വരും. 90 ദിവസം സ്വാഭാവികമായും ആദ്യ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യം അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന ആവശ്യത്തിലേക്ക് ഇപ്പോൾ SIT ശുപാർശ ചെയ്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.